أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولكم نصف ما ترك أزواجكم ولكم نصف ما ترك أزواجكم إن لم يكن لهن ولد ولكم نصف ما ترك أزواجكم إن لم يكن لهن ولد فإن كان لهن ولد فلكم الربع فإن كان لهن ولد فلكم الربع فإن كان لهن ولد فلكم الربع مما ترك فإن كان لهن ولد فلكم الربع مما ترك من بعد وصية يوصين بها أو دين ولهن الربع مما تركتم إن لم يكن لكم ولد ولهن الربع مما تركتم إن لم يكن لكم ولد فإن كان لكم ولد فلهن الثمن مما تركتم وإن كان لكم ولد فلهن الثمن مما تركتم من بعد وصية توصون بها أو دين من بعد وصية توصون بها أو دين وإن كان رجل يورث كلالة وإن كان رجل يورث كلالة وإن كان رجل يورث كلالة أو امرأة وله أخ وإن كان رجل يورث كلالة أو امرأة وله أخ أو أخت فلكل واحد منهما السدس أو امرأة وله أخ أو أخت فلكل واحد منهما السدس فإن كانوا أكثر من ذلك فإن كانوا أكثر من ذلك فهم شركاء في الثلث فإن كانوا أكثر من ذلك فهم شركاء في الثلث من بعد وصية يوصى بها أو دين من بعد وصية يوصى بها أو دين غير مضار يوصى بها أو دين غير مضار وصية من الله وصية من والله عليم حليم والله عليم حليم تلك حدود الله تلك حدود الله ومن يطع الله ورسوله ومن يطع الله ورسوله يدخله جنات تجري من تحتها الأنهار يدخله جنات تجري من تحتها الأنهار خالدين فيها وذلك الفوز العظيم ومن يعص الله ورسوله ويتعد حدوده ويتعد حدوده يدخله نارا خالدا فيها
يدخله نارا خالدا فيها وله عذاب مهين. നമ്മൾ അനന്തരാവകാശ നിയമങ്ങളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോ വിശുദ്ധ ഖുർആനിന്റെ സവിശേഷത എന്ന് പറയുമ്പോൾ നമ്മൾ അതിന്റെ ഓരോ വാക്കുകളും വാചകങ്ങളും പ്രയോഗങ്ങളും ഒക്കെ പരിശോധിക്കുമ്പോൾ നമ്മളെ ശരിക്കും അള്ളാഹു സൃഷ്ടിച്ച ആളുകൾ എന്ന നിലക്ക് മനുഷ്യരുടെ മനസ്സ് ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട് വളരെ കൃത്യതയോടുകൂടെയും നീതിനിഷ്ഠമായുമാണ് അള്ളാഹുവിന്റെ പദപ്രയോഗങ്ങൾ എന്ന് കാണാൻ പറ്റും. ഒരുപക്ഷെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ അത്തരം ഒരു പദപ്രയോഗത്തെ സൂചിപ്പിച്ച് നിങ്ങൾ ഓർമ്മിച്ചു കാണും. ലിദ്ദക്കരി മിസ്ലു ഹദ്ദുൽ ഉൻസയൈൻ, പെണ്ണിന്റെ രണ്ടിരട്ടിയാണ് പുരുഷന്. അവിടെ പെണ്ണിന്റെ സ്വത്താണ് എന്തായത് മാനദണ്ഡമായി പറഞ്ഞത്. ആണിന്റെ പകുതി പെണ്ണിനെന്ന് പറയാൻ ഒരു പ്രശ്നമില്ല. പക്ഷെ അള്ളാഹു ഉപയോഗിച്ച പദപ്രയോഗങ്ങൾ അവിടെ പെണ്ണിനെ സ്വത്തിനെ മാനദണ്ഡമാക്കിയാണ് പുരുഷന്റെ വിഹിതം പറഞ്ഞത് എന്നുള്ളത് എന്തിനുള്ള തെളിവാണ്? സാധാരണ പുരുഷന്മാരോട് എന്തെങ്കിലും സ്ത്രീകളോട് എന്തെങ്കിലും അനീതി കാണിക്കുന്നു എന്ന വാദത്തെ അടിസ്ഥാനപരമായി ഖണ്ഡിക്കുന്നതാണ് ആ പ്രയോഗം. അതേപോലെ തന്നെ ഇവിടെ ഒരു പ്രയോഗം നമുക്ക് കാണാൻ പറ്റും. നിരന്തരമായി നമ്മുടെ ഈ ഓതുമ്പോഴൊക്കെ കാണുന്ന ഒരു കാര്യമാണ് മിൻ ബഅദി വസിയ്യത്തിൻ തൂസൂന ബിഹാ ഔ ദൈൻ. 3 പ്രാവശ്യം ഇപ്പൊ ഇവിടെ തന്നെ നമ്മൾ എന്ത് ചെയ്തു? ആവർത്തിച്ച് പാരായണം ചെയ്തു. എന്താണ് വസിയ്യത്തിന് ശേഷം എന്താണ് നിങ്ങൾ വസിയ്യത്ത് നൽകപ്പെട്ട കാര്യങ്ങളും അതേപോലെ തന്നെ കടമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ എന്ത് ചെയ്യണം? നിങ്ങൾ നൽകിയതിന് ശേഷം എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട്. അതായത് പൊതുവെ എന്താന്ന് വിചാരിച്ചാൽ അനന്തരാവകാശ സ്വത്ത് വിഹിതം ചെയ്യുന്നവർ അതിൽ നിന്ന് എന്തെടുത്താലും ഞങ്ങൾക്ക് കുറയും എന്നുള്ള മനസ്ഥിതി കൊണ്ട് തന്നെ അവരത് നീതിപൂർവം എന്താണ് കടക്കാർക്ക് നൽകി വസിയ്യത്ത് നിർവഹിക്കുന്ന അവസ്ഥ ഉണ്ടാവാനുള്ള സാധ്യതക്കുറവിനെ പരിഗണിച്ചുകൊണ്ടാണ് വസിയ്യത്ത് കഴിഞ്ഞിട്ടുള്ളൂ, കടം കഴിഞ്ഞിട്ടേ നിങ്ങൾക്ക് ആ സ്വത്തുമ തൊടാൻ പറ്റുള്ളൂ എന്ന് ആവർത്തിച്ചല്ല പറയണത്. അതിൽ വീഴ്ച വരാനുള്ള സാധ്യത എന്താണ് പരിഗണിച്ചുകൊണ്ടാണ്. അപ്പൊ ഓരോ പദപ്രയോഗങ്ങളിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ കൃത്യത ഇവിടെ കാണുന്നു എന്നുള്ളതാണ്. മാത്രല്ല ഇതൊക്കെ പറഞ്ഞിട്ട് അവസാനം ഇതൊക്കെ പാലിക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യും? സ്വർഗം കിട്ടും. അതേപോലെ തന്നെ അല്ലാത്തവർക്ക് നരകമാണ് എന്നാണ് ഇതിൽ തന്നെ കൊടുക്കുന്ന ഒരു ഹദീസിൽ എന്ത് കാണാൻ പറ്റും? അതായത് 60 കൊല്ലത്തോളം ഒരാൾ എന്താണ് ഈ എല്ലാ കാര്യങ്ങളും പാലിച്ച് ജീവിച്ച് അവസാനം ഈ വസിയ്യത്തിന്റെ പ്രശ്നം വന്നപ്പോൾ അതിൽ കൃത്യത കാണിക്കാത്തതിന്റെ പേരിൽ അയാൾ എന്ത് ചെയ്തു? നരകാവകാശിയായി എന്ന് ഒരു ഹദീസ് ഇതിന്റെ അവസാനത്തിൽ കൊടുത്തതായിട്ട് കാണുന്നു. അപ്പൊ എന്തുമാത്രം സൂക്ഷ്മത ഇതിലെന്ത് ചെയ്യുന്നു? നമ്മള് ഒരു പുരുഷൻ അല്ലെങ്കിൽ ഒരു സ്ത്രീ 60 കൊല്ലം അള്ളാഹുവിനെ അനുസരിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. പിന്നീട് അവന് മരണം ആസന്നമാകുന്നു. അപ്പോൾ അവൻ വസിയ്യത്തിൽ ഉപദ്രവമുണ്ടാക്കുന്നു. അങ്ങനെ അവർക്ക് നരകം സ്ഥാപിതമായി തീരുന്നു എന്ന് ഒരു ഹദീസിന്റെ ആശയത്തിലുണ്ട്. അപ്പൊ എത്രമാത്രം നമ്മുടെ പരലോകത്തെ അപകടപ്പെടുത്തുന്നതാണ് എന്ത് ഈ ഒരു കാര്യങ്ങൾ പാലിക്കാതിരിക്കുന്നത് എന്ന് നമുക്ക് അതിലെന്ത് ചെയ്യും? മനസ്സിലാകും. പിന്നെ എപ്പോഴും സ്ത്രീക്കും പുരുഷനും തുല്യമായിട്ട് ഇരട്ടിയും പകുതിയായിട്ട് അല്ലേ കൊടുക്കണ അല്ല. ഇപ്പൊ നമ്മൾ വായിക്കാൻ പോകുന്ന ആയത്തിൽ നമ്മൾ കാണുന്ന സ്ത്രീക്കും പുരുഷനും ഒരുപോലെ സ്വത്ത് തുല്യമായി വിഹിതം ചെയ്യേണ്ട ഒരു സന്ദർഭം കൂടെ ഇന്ന് ഇതിലെന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. നോക്കി നോക്കാം. വലക്കും നിസ്ഫു മാ തറക്ക അസ്വാജുക്കും. നേരത്തെ മാതാപിതാക്കൾ ഉപേക്ഷിച്ചു പോകുന്ന സ്വത്തിൽ മക്കൾക്കുള്ള അനന്തരാവകാശത്തെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം അനന്തരമെടുക്കുന്നതിന്റെ നിയമങ്ങളെ കുറിച്ചാണ് പറയുന്നത്. വലക്കും നിസ്ഫു മാ തറക്ക അസ്വാജുക്കും. വലക്കും നിങ്ങൾക്കുണ്ട് നിസ്ഫു മാ തറക്ക അസ്വാജുക്കും. അതായത് ഭാര്യ മരിച്ചാൽ ആ ഭാര്യക്ക് സ്വത്തും ആ ഭാര്യക്ക് മക്കളില്ല.
മക്കളുണ്ടെങ്കിൽ ആ സ്ത്രീയുടെ അനന്തരാവകാശികളാണ് ആ മക്കൾ. അപ്പൊ മക്കളില്ലാതെയാണ് അവർ മരണപ്പെട്ടതെങ്കിൽ എന്താണ്, നിങ്ങൾക്ക് അവരുടെ സ്വത്തിന്റെ പകുതി കിട്ടും. ആർക്ക് കിട്ടും? ഭർത്താവിന് സ്വത്തിന്റെ പകുതി കിട്ടും. അപ്പൊ ഭാര്യ മരിച്ചാൽ മക്കളില്ലെങ്കിൽ ഭർത്താവിന് പകുതി കിട്ടും. മക്കളുണ്ടെങ്കിൽ എന്ത് ചെയ്യും? 4/1 കിട്ടും. മക്കളുണ്ടെങ്കിൽ 4/1 കിട്ടും. വലക്കും നിസ്ഫു മാ തറക അസ്വാജുക്കും ഇല്ലം യകുൻ ലഹുന്ന വലദുൻ. അവർക്ക് മക്കളില്ലെങ്കിൽ, നിങ്ങളുടെ ഭാര്യമാർ വിട്ടേച്ചു പോയതിന്റെ പകുതി നിങ്ങൾക്കാണ്. അവർക്ക് മക്കളില്ലെങ്കിൽ, അപ്പോ ഭാര്യ മരിച്ചു, അപ്പൊ ആ വ്യക്തിക്ക് സ്വത്തുണ്ട്, ആ സ്വത്തിന്റെ അനന്തരാവകാശികളായി മക്കളില്ല, അപ്പൊ ഭർത്താവിന് എന്ത് കിട്ടും? പകുതി കിട്ടും. യാതൊരു അവ്യക്തതയും ഇല്ലാത്ത എന്താ പറയുക, സ്പഷ്ടമായിട്ടുള്ള പ്രയോഗമാണ്, സംശയങ്ങളൊന്നുമായിട്ടില്ല. അപ്പൊ ഈ കാല ലഹുന്ന വലതും. അപ്പൊ പിന്നെ ഒരു സംശയം ഉണ്ടല്ലോ അല്ലെ, മക്കളുണ്ടെങ്കിലോ? ആ സ്ത്രീക്ക് മക്കളുണ്ട്, അപ്പോൾ പലക്കും തിറക്കിന, അവരുപേക്ഷിച്ചു പോയതിൽ നിന്നും 4/1 കിട്ടും. എന്ന് പറഞ്ഞാൽ 1/4 ഭാഗം, 4/1. സ്വത്തിനെ 4 തിരിച്ചിട്ട് അതിന് ഒരു ഭാഗം എന്ത് ചെയ്യും? അയാൾക്ക് കിട്ടും. മിമ്മാ തറക്കിന മിൻ ബഅദി വസിയ്യത്തിൻ യൂസീന ബിഹാ ഔ ദൈൻ. എന്ത്? അവർ ചെയ്യുന്ന വസിയത്തിന്റെയോ അല്ലെങ്കിൽ കടത്തിന്റെയോ ശേഷമാണ് ഇതെല്ലാം എടുക്കേണ്ടത് എന്ന്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു മിമ്മാ തറക്കിന. ആ തറക്ക എന്ന് പറയുന്നത് അവരുടെ അനന്തരാവകാശ സ്വത്തിന് വേണ്ടി ഉപയോഗിച്ച പദമാണ്. അവർ ഉപേക്ഷിച്ചിട്ട് പോയത്. അപ്പൊ അവർ ഉപേക്ഷിച്ചിട്ട് പോയത് എന്ന് പറയണമെങ്കിൽ ആ സ്വത്തിൽ നിന്ന് കടവും വസിയത്തും നീക്കുമ്പോൾ മാത്രമേ അതെന്താകുന്നുള്ളൂ, അവരുടെ അനന്തരാവകാശ സ്വത്ത് ആകുന്നുള്ളൂ. നമ്മൾ കടം കൊടുക്കുന്നത് കടക്കാരൻ അനന്തരാവകാശമായിട്ടാണോ? അല്ലല്ലോ. ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ അയാൾക്ക് കൊടുക്കേണ്ട അവകാശമാണ് കടം. വസിയത്ത് എന്ന് പറയുന്നതും അനന്തരാവകാശമല്ല. കാരണം എന്താ? അനന്തരാവകാശിക്ക് വസിയത്തില്ല. എന്റെ സ്വത്ത് സ്വാഭാവികമായി കിട്ടുന്ന എന്റെ മകൾക്കോ അല്ലെങ്കിൽ എന്റെ ഭാര്യക്കോ വേണ്ടി ഒരു വസിയത്ത് പറയാൻ എനിക്ക് പറ്റൂല. ഞാൻ മരിച്ച എന്റെ വീട് ഭാര്യക്ക് കൊടുക്കണം അല്ലെങ്കിൽ മക്കൾക്ക് കൊടുക്കണം എന്നൊന്നും പറയാൻ നമുക്ക് പറ്റൂല. കാരണം നാം മരിക്കുന്നതോടുകൂടെ എന്ത് ചെയ്തു? അതിന്റെ അനന്തരാവകാശ സ്വത്തായി. അതിനൊരു നിയമമുണ്ട്. ആ നിയമപ്രകാരം മാത്രമേ അത് വീതിക്കാൻ പറ്റൂ. അപ്പൊ വസിയത്തിന് വാരിസിനില്ല. അപ്പൊ അത് പിറക്കാന്ന് പറയുമ്പോ അതിന് എന്ത് പോണം? കടവും പോണം, വസിയത്തും പോണം. എന്നിട്ടുള്ളത് മാത്രമേ അപ്പൊ അനന്തരാവകാശ സ്വത്ത് അല്ലാത്തത് അനന്തരമെടുത്താൽ അത് ഹറാമാണ്. ആ സ്വത്തിൽ അത് വന്നാൽ അവർക്ക് നിഷിദ്ധമായതാണ് അവൻ അനന്തരം എടുക്കുന്നത്. അപ്പൊ കടമുണ്ടോ? ആ കടം കണ്ടുപിടിച്ചു കൊടുക്കാൻ നമ്മൾ എന്താണ്? ബാധ്യസ്ഥരാണ്. അതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. വൈകിപ്പിക്കാനും പറ്റില്ല. ഇനി ഇപ്പോ ഭാര്യ മരിച്ചാൽ ഭർത്താവിന്റെ അവകാശം 2 വീതം. ഒന്ന് മക്കളില്ലെങ്കിൽ പകുതി, മക്കളുണ്ടെങ്കിൽ 4/1. ഇനി തിരിച്ചു വേണ്ടേ? ഭർത്താവ് മരിച്ചു, എന്ത് ചെയ്തു? ഭാര്യ ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് സ്വത്ത്? നിങ്ങൾ ഉപേക്ഷിച്ചിട്ട് പോയതിൽ നിന്നും 4/1 അവർക്ക് കിട്ടും. ഇല്ലം യകുല്ലക്കും വലതും, നിങ്ങൾക്ക് മക്കളില്ലെങ്കിൽ. അപ്പൊ മരണപ്പെട്ട ഭർത്താവിന് മക്കളില്ലെങ്കിൽ ഭാര്യക്ക് 4/1 കിട്ടും. എന്ന് പറഞ്ഞാൽ മക്കളുള്ള സമയത്ത് ഭാര്യയുടെ മക്കളുള്ള സമയത്ത് ഭാര്യയുടെ സ്വത്തിൽ നിന്നും എത്രയാണോ ഭർത്താവിന് കിട്ടുന്നത് അതേ വിഹിതമാണ് ഇവിടെ എന്തുണ്ടാവുമ്പോ മക്കളില്ലാത്തപ്പോൾ എന്ത് ചെയ്യണത്? ഭർത്താവിന്റെ സ്വത്തിൽ നിന്ന് ഭാര്യക്ക് കിട്ടുന്ന 4/1. അപ്പൊ ഇനി അടുത്ത സംശയം, മക്കളുണ്ടെങ്കിലോ? ഇനി നിങ്ങൾക്ക് മക്കളുള്ള അപ്പോ എന്ത് ചെയ്തു? ഒരാൾ മരിച്ചു. അനന്തരാവകാശികളായിട്ടുള്ളത് ആരൊക്കെയാണ്? ഭാര്യയും മക്കളും. അനന്തരാവകാശികളായിട്ടുള്ളത് ഭാര്യയും മക്കളും. അപ്പൊ ഭാര്യയും മക്കളും അനന്തരാവകാശികളായിട്ട് വന്നാൽ ഭാര്യക്ക് കിട്ടുന്നത് എത്രയാണ്?
ഫലഹുന്ന സുമുൻ, 8/1 കിട്ടും. മക്കളുള്ള ഒരാളുടെ ഭാര്യക്ക് 8/1 കിട്ടും. മക്കളില്ലെങ്കിൽ 4/1 കിട്ടും. ഭാര്യന്റെ സ്വത്താണെങ്കിൽ മക്കളില്ലെങ്കിൽ ഭർത്താവിന് പകുതി കിട്ടും. അതല്ലെങ്കിൽ എന്ത് ചെയ്യും? 4/1 കിട്ടും. മിമ്മാ തറക്തും, നിങ്ങൾ ഉപേക്ഷിച്ചു പോയത്. അവിടെയും പറഞ്ഞു മിൻ ബഅദി വസിയ്യത്തിൻ തൂസൂന ബിഹാ ഔ ദൈൻ. എന്താണ്? വസിയ്യത്തിന് ശേഷം നിങ്ങൾ ചെയ്യുന്ന വസിയ്യത്തിന്റെയോ അതല്ലെങ്കിൽ കടത്തിന്റെയോ ശേഷമാണ് ഇതെല്ലാം നൽകേണ്ടത് എന്നാണ്. അപ്പൊ അത് ക്ലിയർ ആണ്. ഭാര്യ മരിച്ചാൽ ഭർത്താവിനും ഭാര്യക്ക് മക്കളില്ലെങ്കിൽ പകുതി, മക്കൾ ഉണ്ടെങ്കിൽ 4/1. ഭർത്താവ് മരിച്ചാൽ ഭാര്യക്ക് ആ ഭർത്താവിന് മക്കളില്ലെങ്കിൽ എന്താണ്? 4/1, അല്ലെങ്കിൽ എന്താണ്? 8/1. അങ്ങനെയാണ് ലഭിക്കുക എന്നാണ്. ഇനി വഇൻ കാന റജുലുൻ യൂറതു കലാലതൻ, ഇനി അകന്ന ബന്ധുക്കൾ അനന്തരമെടുക്കുന്ന ഒരാൾ. വഇൻ കാന റജുലുൻ, ഒരു പുരുഷൻ, യൂറതു, അവൻ അനന്തരമെടുക്കപ്പെടുന്നു. അയാൾ മരിച്ചു, അയാളെ സ്വത്ത് മറ്റുള്ളവർ അനന്തരമെടുക്കുകയാണ്. അത് കലാലത്തായിട്ടാണ്. കലാലത്ത് എന്ന് പറഞ്ഞാൽ നേർക്കുനേരെ അനന്തരമെടുക്കേണ്ട ബന്ധുക്കൾ ഇല്ലാതിരിക്കുക. നേർക്കുനേരെ അനന്തരമെടുക്കേണ്ട ബന്ധുക്കൾ എന്ന് പറഞ്ഞാൽ ആരാണ്? ഒന്നില്ലെങ്കിൽ മക്കൾ, അല്ലെങ്കിൽ മാതാപിതാക്കൾ. അല്ലെ? ഒരാൾ മരിച്ചു, അയാൾക്ക് വാപ്പുണ്ട്, മുഴുവൻ സ്വത്തും എന്ത് ചെയ്യാം? മക്കളില്ലെങ്കിൽ വാപ്പക്ക് പോകും, മുഴുവൻ സ്വത്തും വാപ്പക്ക് പോകും. ഒരാൾക്ക് മക്കളുണ്ട്, ആൺമക്കൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ആ സ്വത്തുക്കൾ മുഴുവൻ മക്കൾക്കേ പോവുള്ളൂ, വേറെ ആർക്കും പോകില്ല. മക്കളുണ്ടെങ്കിൽ വാപ്പക്ക് ഉണ്ടാവും, മക്കളുണ്ടെങ്കിൽ വാപ്പക്ക് ഉണ്ടാവും. അതിന്റെ വിഹിതല്ലേ ഈ പറഞ്ഞത്? മക്കളുള്ള സമയത്ത് വാപ്പക്കുള്ള വിഹിതമാണ് ഈ പറഞ്ഞത്. വാപ്പാറുടെ ഭർത്താവല്ലേ. ഒരു വേറെ പറയുമ്പോൾ നമ്മളത് അല്ലാത്തവർക്ക് പറയുമ്പോൾ അങ്ങനെ പറയാം, നേരത്തെ പറയുമ്പോൾ അങ്ങനെ പറയാം. അപ്പൊ യൂറസ് കലാലത്ത് എന്ന് പറഞ്ഞാൽ അകന്ന് അവിടെ പെട്ടെന്ന് വെച്ചാല് നേർക്ക് നേരെ ആ വ്യക്തിയുടെ മക്കളോ മാതാപിതാക്കളോ ആയിട്ട് ആരുമില്ല. പിന്നെ ഉള്ളതാരാണ്? ഉമ്മയുടെ ബന്ധുക്കളും സഹോദരിമാരും. ഉമ്മയുടെ ബന്ധുക്കളും സഹോദരിമാരോ സഹോദരന്മാരോ ഒക്കെ ആയിട്ടുള്ളവർ അനന്തരമെടുക്കുന്നതിനെയാണ് എന്ത് പറയാം? കലാലത്ത് എന്ന് പറയാം. അപ്പൊ നേർക്കുനേരെ അനന്തരാവകാശം കിട്ടുന്നവർ ഇല്ലാത്ത അവസ്ഥയിൽ. അവിമ്പ്രത്തിൽ ഒരു പെണ്ണിനെ അനന്തരമെടുക്കുമ്പോഴും അങ്ങനെ വരാം. അവർക്ക് നേർക്ക് നേരെ മക്കളോ മാതാപിതാക്കളോ ഇങ്ങനെ ഭർത്താവോ ഒന്നും ഇല്ലാത്ത അവസ്ഥയിൽ. വലഹു അഹുൻ, ഈ അകന്ന ബന്ധുക്കൾ മാത്രമുള്ള ഈ വ്യക്തിക്ക് സഹോദരന്മാരുമുണ്ട്, അല്ലെങ്കിൽ സഹോദരന്മാരുണ്ട്, അല്ലെങ്കിൽ സഹോദരിമാരുണ്ട്. ഒരാണല്ലോ അനന്തരാവകാശികളായിട്ട് വരിക, അവരാണ് അനന്തരാവകാശികളായിട്ട് വരിക. എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നേർക്കുനേരെയുള്ള സഹോദരി സഹോദരന്മാരാണെങ്കിൽ, ഇപ്പൊ ഞാൻ മരിച്ചു, എനിക്ക് മക്കളൊന്നുമില്ല, മാതാപിതാക്കളും ഇല്ല എന്ന് വിചാരിച്ചോളി, എനിക്കുള്ളതാരാണ്? ജ്യേഷ്ഠന്മാരും അനുജന്മാരും സഹോദരിമാരുമാണെങ്കിൽ അവര് മിസ്ലു ഹാദുൽ ഉൻസൈനിയാണ്. എങ്ങനെ എടുക്കുക? മക്കൾ എടുക്കണ പോലെ തന്നെ എന്ത് ചെയ്യും? ആണിന് ഇരട്ടിയും പെണ്ണിന്റെ ഇരട്ടി ആണിനായിട്ട് എടുക്കും. അത് അസബക്കാരാണ്. അസബക്കാര് പറഞ്ഞാല് നേർക്ക് നേരെ അനന്തരാവകാശം ലഭിക്കുന്ന ആളുകളാണ്. ഇവിടെ നേർക്ക് നേരെ അനന്തരാവകാശം ലഭിക്കാത്ത ആളുകളാണ് ഉമ്മയുടെ ബന്ധുക്കളായിട്ട് വരുന്ന ആളുകൾ. അങ്ങനെ വരികയാണെങ്കിൽ വലഹു അഹുൻ ഔ ഉഖ്തുൻ, അങ്ങനത്തെ സഹോദരി സഹോദരന്മാരുണ്ടെങ്കിൽ ഫലികുല്ലി വാഹിദിൻ മിൻഹും അസ്സുദുസ്, അവരിൽ ഓരോരുത്തർക്കും എന്ത് കിട്ടും? 6/1 ഉണ്ടായിരിക്കും. അവരിൽ 2 ഓരോരുത്തർക്കും 6/1 ഉണ്ടായിരിക്കും. ഈ മൊത്തം സ്വത്തിന്റെ 6/1 2 പേർക്കും എന്ത് ചെയ്യും? ലഭിക്കും. ഇനി വൈൻ കാനു അക്സറമിൻ ദാലിക്, ഇനി അതിലധികം ആളുകൾ ഉണ്ടെങ്കിലോ ഫഹും ശുറക്കാഉ ഫിസ്സുലുസ്, ഈ 3/1 അവര്. ഇനി അതിലേറെ ആൾക്കാരുണ്ടെങ്കിൽ, ഇപ്പൊ 2 ആളാണെങ്കിൽ എന്ത് ചെയ്യും? 2 ആൾക്കും 6/1 വീതം കൊടുക്കും. എന്നാൽ അതിലധികം ആളുകൾ ഉണ്ടെങ്കിൽ മൊത്തം 3/1 കൊണ്ട് അവരെല്ലാവരും എന്ത് ചെയ്യണം? എടുക്കണം. പിന്നെ തുലുസ് മിൻ ബഅദി വസിയ്യത്തിൻ യൂസാ ബിഹാ ഔ ദൈൻ, അവിടെയും പറഞ്ഞു എന്ത്? വസിയ്യത്തിന് ശേഷവും അതേപോലെ തന്നെ കടത്തിന് ശേഷവുമാണ് അങ്ങനെ ചെയ്യേണ്ടത് എന്നാണ്. അപ്പൊ ഇവിടെ സഹോദരി സഹോദരൻ എന്ന് പറയുമ്പോൾ അസബക്കാരല്ല എന്ന് തന്നെയാണ്
പണ്ഡിതന്മാരെല്ലാവരും അസബക്കാരാകുമ്പോൾ അവിടെ അനന്തരം ഇങ്ങനെയല്ല. അസബക്കാരാകുമ്പോൾ എന്ത് ചെയ്യും? അവര് നേർക്ക് നേരെ എന്ത് ചെയ്യും? അനന്തരം എടുക്കും. അസബക്കാരല്ലാതെ വരുന്ന നേർക്ക് നേരെ അനന്തരം എടുക്കാത്ത ആളുകൾ ആവുമ്പോഴാണ് ഇങ്ങനെ വരുന്നത് എന്നാണ്. വീണ്ടും പറയുന്നു ഗൈറ മുളാർ എന്ന് പറഞ്ഞാൽ അന്യോന്യം ഒരു ഉപദ്രവവും ഉണ്ടാക്കാത്ത വിധം. ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ എന്ത് ചെയ്യാൻ പറ്റൂല, ഇതിണ്ടാകാൻ പറ്റൂല. ആർക്ക്? ഈ നിലക്ക് അനന്തര സ്വത്തിൽ നിന്ന് കടമായിട്ടോ വസിയത്തായിട്ടോ ഒക്കെ നമ്മൾ നൽകുന്ന സ്വത്തിൽ എന്ത് ചെയ്യണം? ഒരു നിരക്കുള്ള ബുദ്ധിമുട്ടും വരുത്താൻ പാടില്ല എന്നാണ്. അപ്പൊ ഇതിങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാൽ, ഈ അകന്ന ബന്ധുക്കൾ അനന്തരം എടുക്കുമ്പോൾ, അടുത്ത ബന്ധുക്കളാകുമ്പോൾ ഇയാൾക്ക് കടവും വസിയത്തും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിർവഹിച്ചില്ലെങ്കിൽ ഈ ആള് കവറിൽ ശിക്ഷിക്കപ്പെടും, വാപ്പ അടങ്ങാറാവും ഉമ്മ അടങ്ങാറാവും എന്നൊക്കെയുള്ള ബോധം ഉള്ളതുകൊണ്ട് എന്തെങ്കിലും ഒരു ബന്ധം വാപ്പാടുമായിട്ടുള്ള ആൾക്കാരൊന്നും എന്തില്ല, ഓര് കൊടുക്കാനുള്ള കടത്തിന്റെ പൈസ ഒന്നും അനന്തര സ്വത്തായിട്ട് എടുക്കൂല. എന്നെങ്കിൽ നേർക്ക് നേരെ ബന്ധുക്കൾ ഇല്ലാത്ത ആൾക്കാരാകുമ്പോൾ അവരെന്ത് ചെയ്യും? അവര് ചിലപ്പോ എന്ത് ചെയ്യും? ഇതൊന്നും നോക്കാതെ ഈ സ്വത്തുക്കളൊക്കെ എടുക്കുന്ന അവസ്ഥ വരും. അതുകൊണ്ടാണ് കുറച്ചും കൂടെ എന്തായത്, അത് പ്രത്യേകമായി കൊണ്ട് എന്താണ് എടുത്തു പറയാനുള്ള കാരണം അതാവുന്നു എന്നാണ്. അപ്പൊ അതുകൊണ്ടാണ് ഗൈറ മുളാർ, ഒരു ഉപദ്രവം അവർക്ക് പരസ്പരം ഒരു ഉപദ്രവം ഉണ്ടാകാത്ത രൂപത്തിലായിരിക്കണം ഈ അനന്തരാവകാശങ്ങളുടെ വിഹിതം വെപ്പുന്നാണ്. വസിയ്യതം മിനല്ലാഹ്, ഇത് അല്ലാഹുവിന്റെ അടുക്കൽ നിന്നുള്ള അതിശക്തമായ, ഒരിക്കലും ലംഘിക്കാൻ പറ്റാത്ത അതിശക്തമായിട്ടുള്ള ഒരു ഉപദേശമാകുന്നു ഇത്. വല്ലാഹു അലീം, അല്ലാഹു അലീമുൻ ഹലീം, അല്ലാഹു സർവജ്ഞനും സഹനശീൽ ഹലീമാണ് അല്ലാഹു. നമ്മളെ എന്തെങ്കിലുമൊക്കെ വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മളത് തിരുത്തോന്നൊക്കെ പടച്ചോൻ എന്ത് ചെയ്യും? നോക്കും. അതൊക്കെ തിരുത്താതെടുക്കുമ്പോഴാണ് അള്ളാഹു എന്ത് ചെയ്യുന്നത്? ശിക്ഷാ നടപടികളുമായിട്ട് വരുന്നത്. മനുഷ്യൻ ചെയ്യുന്ന തെറ്റുകൾക്കെല്ലാം അള്ളാഹു ഉടനടി നടപടി സ്വീകരിക്കുകയാണെങ്കിൽ എന്തുണ്ടാവൂല? ഈ ഭൂമുഖത്ത് തന്നെ ആരും ഉണ്ടാവാൻ എന്തില്ല, സാധ്യതയില്ല എന്നാണ് പറഞ്ഞത്. അത്രേ. അപ്പൊ അള്ളാഹു വളരെയധികം വിട്ടുവീഴ്ച ചെയ്യും. ഹലീം എന്നുള്ളത് അള്ളാഹുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിശേഷണമാണ്. അള്ളാഹു എന്താണ്? അള്ളാഹുവിന് ചീത്ത പറയുന്നവർ, അള്ളാഹുവിനാ നിരീശ്വരവാദത്തിന്റെ ഒക്കെ ആ ചങ്ങായിമാരൊക്കെ പറയണതൊക്കെ ആർക്ക് കേട്ടു നിൽക്കാൻ പറ്റുക? അലീം എന്ന് പറയുമ്പോ അള്ളക്ക് അറിഞ്ഞാലും അള്ളാഹു നടപടികൾ എടുക്കുന്നിടത്ത് എന്തുണ്ട്? നമുക്ക് സാവകാശവും ഒക്കെ തന്നുകൊണ്ടാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ നമ്മളിപ്പോ ഇതില് പറയുന്ന ഒരു കാര്യം തന്നെ, ഞാൻ നേരത്തെ തുടക്കത്തിൽ നമ്മളിതിന്റെ ആമുഖത്തിൽ പറഞ്ഞു. അതായത് നേരത്തെ പറഞ്ഞല്ലോ, 60 കൊല്ലത്തോളം എന്താണ് അമലുകളൊക്കെ ചെയ്ത ഒരാള് എന്താണ് അവസാനം ഈ വസിയ്യത്തിന്റെ കാര്യത്തിൽ ഒരു വീഴ്ച വരുത്തിയാൽ അവർ അതുകൊണ്ട് മാത്രം നരകാവകാശികളായി തീരുന്നതാണ്. ഈ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നിടത്ത് നമ്മൾ നല്ല സൂക്ഷ്മത പാലിക്കണം. ഒരു കാരണവശാലും എന്താവരുത് അനന്തരാവകാശികളെ, കാരണം എന്താ പറയാ, അത് അത്തരം അനീതികൾക്ക് വിധേയമായവരോട് ചോദിച്ചാൽ മതി. പോലെ മനസ്സൊന്നും ഒരിക്കലും അത് പോകില്ല. നമുക്ക് കൃത്യമായി നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് കിട്ടേണ്ട അനന്തരാവകാശം ആരെങ്കിലും അനീതിപരമായി തട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ അവരെ ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പറ്റൂല. ഒരു മരിച്ചു പോയാലും ഈ ആളുകൾ ചിലപ്പോൾ അത് ഉൾക്കൊള്ളാതെ പോകും. അതുകൊണ്ട് അത്ര ഗുരുതരമായ തെറ്റാണ് അത്. ഒന്ന്, ഒരാളുടെ അവകാശം അപഹരിക്കുന്നു, മറ്റൊന്ന് അന്യായമായി നമ്മൾ സ്വീകരിക്കുന്നു. മറ്റൊരുത്തന് കിട്ടേണ്ടത് കിട്ടാതെ പോകുന്നുണ്ട്. നമുക്ക് അർഹതപ്പെടാത്ത ഒന്ന് നമ്മുടെ കയ്യിൽ വരികയും ചെയ്യുന്നു. അതുകൊണ്ട് വളരെ സൂക്ഷ്മത പാലിക്കേണ്ട ഒരു കാര്യമായിട്ടാണ് അതിനെ കാണുന്നത്. അതുകൊണ്ടാണ് വീണ്ടും ഓർമ്മപ്പെടുത്തുന്നത്, തിൽക ഹുദൂദുല്ലാഹ്, അത് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള നിയമാതിർത്തികളാകും. അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള നിയമാതിർത്തികളാകും. അള്ളാഹു വരച്ച വരകളാണ്, അള്ളാഹു വെച്ച അതിർത്തികളാണ്. അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, പോകാൻ പാടില്ല എന്നുള്ളതാണ്. ആ നിയമാതിർത്തികൾക്ക് അപ്പുറത്ത് നിങ്ങൾ എന്ത് ചെയ്യരുത്, പോകരുത്. തിൽക ഹുദൂദുല്ലാഹ്, അതായത് തിൽക തഫാസീൽ അല്ലതി ദക്കറഹാ ഫിൽ ബവാരീസ്, ഈ അനന്തരാവകാശ നിയമങ്ങളിൽ അള്ളാഹ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം അള്ളാഹുവിന്റെ നിയമങ്ങളാണ്. യജിബുൽ വുഖൂഫ്, അതിന്റെ ഒപ്പം നമ്മൾ നിൽക്കുക എന്നുള്ളത് നമുക്ക് നിർബന്ധമാണ്.
അതിനെ ഒരിക്കലും നമ്മൾ വിട്ടുകടക്കാൻ പറ്റൂല, അതിലൊരു വീഴ്ചയും വരുത്താൻ പറ്റൂല. അതൊക്കെ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യണം, നമ്മൾ പാലിക്കുക തന്നെ വേണം. അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിച്ചുവോ യുദ്ഖിൽഹു ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ, താഴ്വാരത്തിലൂടെ നദികൾ ഒഴുകുന്ന സ്വർഗത്തിൽ അവൻ പ്രവേശിപ്പിക്കുന്ന. അപ്പൊ സ്വർഗം കിട്ടാൻ എന്താണ് വേണ്ടത്? അല്ല പറഞ്ഞതെന്തോ അത് പാലിക്കും, അള്ളാന്റെ റസൂല് പറഞ്ഞതെന്തോ അത് പാലിക്കും. അത് പാലിക്കാൻ എന്താണ് തടസ്സം? നമ്മുടെ സ്വത്തിനോടുള്ള ആർത്തി, അല്ലെങ്കിൽ നമ്മുടെ ദേഹേച്ഛകളോടുള്ള താല്പര്യം, അല്ലെങ്കിൽ കക്ഷിത്വം, ശത്രുത, ഇങ്ങനെ പല പല കാര്യങ്ങളും നിയമങ്ങളെ ലംഘിക്കുന്നതിന് കാരണമായേക്കും. എന്ത് കാരണങ്ങൾ ഉണ്ടായാലും അള്ളാഹുവിന്റെ നിയമമാണോ അത് പാലിക്കാൻ നമ്മൾ എല്ലാവരും ബാധ്യസ്ഥരാണ്. അത് പാലിക്കുന്നവർക്ക് അള്ളാഹുവിന്റെയും താഴ്വാരത്തൂടെ നദികൾ ഒഴുകുന്ന സ്വർഗത്തിൽ, അതായത് അടിഭാഗത്തു കൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗത്തിൽ അവരെ പ്രവേശിപ്പിക്കുന്നതാണ്. നമ്മുടെ അടിഭാഗത്ത് നദികൾ ഒഴുകുന്ന പറഞ്ഞാല് എന്താണ്, നീ പിന്നെ ഈ പോയിന്റ് വക്കത്തൊക്കെ റിസോർട്ട് ഉണ്ടാക്കിയ മാതിരിയായിരിക്കും, അടി കൂടി തന്നെയാണ് പോണത് കേട്ടോ. ഈ മനോഹരമായ മണിമന്ദിരങ്ങളുടെ തൊട്ട് താഴത്ത് കൂടി തന്നെയാണ് പോണത്, അടി കൂടി തന്നെയാണ് പോണത് നദികൾ. അങ്ങനെ തന്നെയാണ്. എത്ര മനോഹരമായിരിക്കും അത് എന്നാണ്. ഈ സൂറത്ത് ഫാത്തിറിൽ അല്ലാഹു പറയും, അൽഹംദുലില്ലാഹില്ലദി അദ്ഹബ അന്നൽ ഹസൻ, ഞങ്ങളിൽ നിന്ന് എല്ലാ ദുഃഖങ്ങളെയും വിഷമങ്ങളെയും നീക്കി തന്നവന്. ദുഃഖമില്ലാത്ത സ്വർഗക്കാരൻ വേണ്ടത് ഇവിടെ ദുഃഖമില്ലല്ലോ, ദുഃഖമില്ലാത്ത ലോകം. അതേപോലെ ലാ യമസ്സുനാ ഫീഹാ നസബുൻ വലാ യമസ്സുനാ ഫീഹാ, ക്ഷീണല്ല, അതേമാതിരി ഉറക്കില്ല, യാതൊരു ഉറക്കമില്ലാതെ ക്ഷീണമില്ലാത്ത സ്ഥലത്ത് എന്താ ആവശ്യമില്ല? ഉറക്കാവശ്യമില്ല. ക്ഷീണം മാറാനാണ് ഉറക്കം. അവിടുത്തെ സുഖങ്ങൾ അനുഭവിച്ചാലും മനുഷ്യരെ ക്ഷീണം വരുന്നത്. അങ്ങനത്തെ ഒരു സ്വർഗമാണ് നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം. അതത്രേ വമ്പിച്ച നേട്ടം. കഴിഞ്ഞ ദിവസം നേർവഴി കേട്ടില്ലേ? അപ്പോ ക്രിസ്തലപ്പിച്ചത് മരണം ആഘോഷിക്കാന്നാണ്. മരണം എങ്ങനെ ആഘോഷിക്കുക? ഭഗവാനെ പേടിച്ചുത്തിരിക്കുകയാണെന്നാണ്. ശരിക്കും ആ ഹദീസുകളൊക്കെ ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ച് 5 മിനിറ്റ് കൊണ്ട് പറഞ്ഞിട്ട് ഈ നേർവഴിയൊന്നും കേൾക്കലുണ്ടാവില്ല. എല്ലാരെയും പ്രശ്നമാണ്. 5 മിനിറ്റ് ഒരു ദിവസം വരുന്നതാണ്. അതൊന്നും നമ്മൾ കേട്ടാൽ എന്ത് ചെയ്യും? 5 മണിക്കൂർ കേൾക്കണ ആശയാണ് കിട്ടുക. അപ്പൊ അതിലിങ്ങനെ മരിക്കാൻ കിടക്കണ ഒരാളെടുത്ത് മലക്ക് വരുന്നതും, ആ മലക്ക് വീർൽ ഉച്ചൂക്ക് നല്ല തെളിഞ്ഞ മുഖം കൊണ്ട് വരുന്നതും, പിന്നെ ഒരു സുമുഖനായ ഒരാളായി അദ്ദേഹത്തിന്റെ സൽക്കർമ്മങ്ങൾ വരുന്നു. ഇത്ര സൗന്ദര്യമുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്ന് പറയും. അപ്പൊ അതായത് ഞാൻ എന്റെ സൽക്കർമ്മങ്ങളാണ്, ഒന്നും പേടിക്കേണ്ട അറിയും. എന്നിട്ട് സ്വർഗത്തിലേക്ക് ഒരു കവാടം തുറക്കും. നോക്കിയാൽ അറ്റമില്ലാത്ത സ്വർഗത്തിലേക്ക് നോക്കിയാണ് അയാൾ കിടക്കുക. അപ്പൊ മരണം എന്തിനുള്ളതാണ്? ഇപ്പൊ നമുക്ക് നല്ലൊരു മനോഹരമായൊരു സ്ഥലത്തേക്ക് നമ്മളൊരു യാത്ര പോവുകയാണെങ്കിൽ അതിന് നമുക്കൊരു ആഘോഷമാക്കാൻ പറ്റുമെങ്കിൽ, സ്വർഗം കണ്ടു കിടക്കുന്ന ഒരു മരണം എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയ ആഘോഷവും സന്തോഷവും വന്നത് കിട്ടണം എന്നുള്ളൂ കേട്ടോ. ആരല്ലാഹുവിനോടും റസൂലിനോടും എന്താണ് അനുസരണക്കേട് ചെയ്തുവോ, അവന്റെ അതിർവരമ്പുകളെ വിട്ടുകടക്കുകയും ചെയ്തുവോ, അവൻ നരകത്തിൽ പ്രവേശിക്കും, അവൻ ശാശ്വതനായിരിക്കും. അവന് നിന്ദ്യമായ ശിക്ഷയുണ്ടായി, അപമാനകരമായ ശിക്ഷ ഉണ്ടായിരിക്കുന്നതാണ്. ഈ നേരത്തെ പറഞ്ഞത് തന്നെ മതി. സ്വർഗം കിട്ടും പറഞ്ഞാൽ അത് ലംഘിക്കുന്ന ആൾക്ക് നരകം കിട്ടും എന്ന് അറിയാം. പക്ഷെ അള്ളാഹു അതെന്താണ് വ്യക്തമായി തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? അത് പറയുന്നുണ്ട്. നരകം ആണ് അവന് ഉള്ളത് എന്ന് വേറിട്ട് പറയുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിയമങ്ങൾ പാലിക്കുന്നിടത്ത്, പ്രത്യേകിച്ച് അനന്തരാവകാശ നിയമങ്ങൾ പാലിക്കുന്നിടത്ത് സ്വത്തിന്റെ താല്പര്യം കൊണ്ടോ സാമർത്ഥ്യം കൊണ്ടോ ഒന്നും ചെയ്യാൻ പറ്റൂല. ഈ മരിച്ചിട്ട് ഓഹരി വെക്കാതെ പതുക്കെ ഇങ്ങനെ മുഴുവൻ ഓരോ ഐഡിയ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യാ, സ്വന്തമാക്കി പോണ എത്രയോ ആളുകളുണ്ട്. അവരൊക്കെ ഇപ്പൊ വലിയ വിജയം
കൈവരിച്ചു എന്ന് വിചാരിച്ചിട്ടാണൊക്കെ നിൽക്കുന്നത്. അവസാനത്തൊക്കെ പരത്തെറിഞ്ഞിട്ട് ഇവിടുന്ന് ചെല്ലുമ്പോഴേക്കാരും നമ്മൾ അതിന്റെ ബുദ്ധിമുട്ട് പരങ്ങേറും അറിയാം. അപ്പൊ അവർക്കൊക്കെയുള്ള സമാധാനം എന്താ? കുറെ നല്ലതൊക്കെ ഞാനും ചെയ്തിട്ടുണ്ടല്ലോ എന്ന്. അതവിടെ പറഞ്ഞ എത്ര 60 കൊല്ലം നന്മ ചെയ്തിട്ടും അവസാനം വസീയത്തിലും ഇതിലൊക്കെ കാണിക്കുന്ന കൃത്രിമത്വം കൊണ്ട് നരകത്തിൽ പോയി എന്ന് വേണം. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിച്ചും സൂക്ഷിച്ചുമാണ് മുന്നോട്ട് പോകേണ്ടത്. ഓടി വെക്കാം. ഔദുബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലക്കും നിസ്ഫു മാ തറക അസ്വാജുക്കും إِلَّا يَكُنْ لَهُنَّ وَلَدٌ فَإِنْ كَانَ لَهُنَّ وَلَدٌ فَلَكُمُ الرُّبُعُ مِمَّا تَرَكْنَ مِنْ بَعْدِ وَصِيَّةٍ من بعد وصية يوصين بها أو دين ولهن الربع مما تركتم إن لم يكن لكم ولد ولهن الربع مما تركتم إن لم يكن لكم ولد فإن كان لكم ولد فلهن الثمن مما تركتم فإن كان لكم ولد فلهن الثمن مما تركتم من بعد وصية توصون بها أو دين من بعد وصية توصون بها أو دين وإن كان رجل يورث كلالة أو امرأة وله أخ وإن كان رجل يورث كلالة أو امرأة وله أخ أو أخت فلكل واحد منهما السدس وله أخ أو أخت فلكل واحد منهما السدس فإن كانوا أكثر من ذلك فهم شركاء وإن كانوا أكثر من ذلك فهم شركاء في الثلث من بعد وصية يوصى فهم شركاء في الثلث من بعد وصية يوصى يوصى بها أو دين من بعد وصية يوصى بها أو دين غير مضار وصية من الله والله عليم حليم تلك حدود الله ومن يطع الله ورسوله يدخله جنات تجري من تحتها الأنهار خالدين فيها وذلك الفوز العظيم ومن يعص الله ورسوله ويتعد حدوده ويتعد حدوده يدخله نارا خالدا فيها وله عذاب مهين